ഇവിടെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് കുറച്ച് വിശദീകരിക്കാനാണ് വന്നിരിക്കുന്നത്. തെക്കിനി കൃപ എന്ന ആയുർവേദ ഹോസ്പിറ്റലിൽ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു വിഭാഗമാണ് ആയുർവേദ സ്ത്രീരോഗ വിഭാഗം. സാധാരണയായി ഒ പികളിൽ ഞങ്ങൾക്ക് ദിവസവും നേരിടേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി തുടങ്ങി വാർദ്ധക്യ സഹജമായ ക്രമക്കേടുകൾ, ഹോർമോൺ ക്രമക്കേടുകളെ പറ്റി വരെയുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. സമഗ്രമായി സ്ത്രീ ജീവിതത്തിൽ സംബന്ധിക്കുന്ന ആരോഗ്യ കാര്യങ്ങളിൽ ആയുർവേദം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇന്നത്തെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് സ്ത്രീകളുടെ നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ കാര്യങ്ങളിൽ പോലും വല്ലാതെ ആകുലപ്പെടുകയും അതിനെപ്പറ്റി വലിയ വലിയ അന്വേഷണങ്ങളും വലിയ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിനാവശ്യമില്ലാതെ വലിയൊരു തലത്തിലേക്ക് എത്തിച്ച് അതിൻ്റെ പുറകെ പോവുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ. അതിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രധാനമായും ആർത്തവ ക്രമക്കേടുകളെപ്പറ്റി അല്ലെങ്കിൽ വൈകി വരുന്ന ആർത്തവത്തെ പറ്റിയൊക്കെ അമ്മമാർക്ക് ആകുലത ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അവ എത്തിക്കുന്നത് നിരന്തരമായ ഹോർമോൺ ചികിത്സകളും ആ ഹോർമോൺ ചികിത്സകൾ നിരന്തരമായി അനാവശ്യമായി എടുക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇവയിലേക്ക് എത്തിക്കുന്നു. എന്ന് വെച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് ആകുലതയോടുകൂടി നമ്മൾ കാണേണ്ട ചില പ്രശ്നങ്ങളിൽ തീർച്ചയായും നമ്മൾ ആധുനിക വൈദ്യത്തിൻ്റെ സഹായം സ്വീകരിക്കേണ്ട അവസ്ഥ തീർച്ചയായിട്ടും വരും. ആ സമയങ്ങളിൽ നമുക്ക് ആധുനിക വൈദ്യത്തിൻ്റെ നിരീക്ഷണങ്ങളും അതുപോലെ അതിന് അനുബന്ധിച്ചുള്ള പലവിധ രീതിയിലുള്ള ചികിത്സകളും നമുക്ക് തീർച്ചയായിട്ടും അവരുടെ സഹായം എടുക്കാം. എന്ന് വെച്ച് ചെറിയ നിസ്സാര ക്രമക്കേടുകൾക്ക് വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് പൊതുവെ ആയുർവേദത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ജനിച്ചു വീണ ഉടനെയുള്ള കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അതിനെ സ്ത്രീകളുടെ ഇതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞാണെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ തിരുമുന്ന ക്രമം അല്ലെങ്കിൽ എണ്ണ ഇടുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ള അന്വേഷണം പൊതുവെ മിക്കവാറും ഞാൻ നേരിട്ടിട്ടുണ്ട്. അതിൽ സ്തനഭാഗങ്ങളിൽ കൂടുതലായിട്ട് തിരുമ്മി ഉടച്ച് അതിൻ്റെ പാൽ ഞെക്കിക്കളയേണ്ടതുണ്ടോ എന്നുള്ളത് അമ്മമാർ വരെ ചോദിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരുപാട് ശാസ്ത്രീയ വശം അതിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആയുർവേദം അതിനെപ്പറ്റി കൂടുതൽ നിരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ ഒരു 10 ദിവസം ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങളുടെ എണ്ണയിട്ട് തിരുമുമ്പോൾ ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ തിരുമ്മി അതിനെ ആകൃതി വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആയുർവേദം പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പ്രത്യേകിച്ച് ആയുർവേദത്തിലേക്ക് ആരും വരാറില്ല. സാധാരണഗതിയായി ഒരു ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ആരോഗ്യമുള്ള ഭക്ഷണ രീതികൾ പാലിക്കേണ്ടതിന് പകരം നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നൊരു പ്രവണതയാണുള്ളത്. അത് സ്ഥിരീകരിക്കുന്നത് ഒരിക്കലും നിഗമനങ്ങളിൽ നിന്നല്ല, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. പണ്ടത്തെ അമ്മൂമ്മമാർ പറയുന്നത് പോലെയുള്ള ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാതെ നേരെ പ്രഗ്നൻസി കിറ്റ് വാങ്ങുക, അതിലുള്ള പിങ്ക് വരകൾ കണ്ട് മാത്രം നിഗമനത്തിലേക്ക് എത്തുക, പിന്നീട് നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആ നിമിഷം മുതൽ പ്രസവവും ഗർഭവും ഗർഭധാരണവും ഒക്കെ ഒരു വലിയ അസുഖത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതിൻ്റെ അവസാനം വലിയൊരു ഹോസ്പിറ്റൽ ബില്ല് തന്നെയാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇതൊക്കെ സമൂഹം അതൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ആ ഒരു ഗർഭകാലത്ത് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പാലിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് വലിയ ബില്ലുകളും ഒരു സാധാരണ പ്രക്രിയയായിട്ട് ഗൈനക്കോളജി സെക്ഷൻ നമുക്ക് വേണ്ടി എഴുതി തരുന്ന ഒരു വലിയ സിസേറിയനും ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും.
അതിന് ആയുർവേദത്തിൻ്റെ ഒരുപാട് ചര്യകളുണ്ട്. ഇതിലിപ്പോൾ ഈ ടോക്ക് ഷോ കേൾക്കുന്നവരിൽ എത്ര പേർ ഇതിനെ അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ എത്ര പേർ ഇതിനെ ഫോളോ ചെയ്യുമെന്നോ എനിക്ക് ധാരണയില്ല. എങ്കിലും ചെറിയൊരു സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു വിവരം എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. നമ്മുടെ പാൽക്കഷായം എന്ന് പറഞ്ഞൊരു പ്രയോഗം, പാൽക്കഷായം എന്ന പ്രയോഗം നമുക്ക് ഒരു 1-ാം മാസം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിൽ ഓരോ മാസവും മാസാമാസമുള്ള നമ്മുടെ ഗർഭത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ആ ഗർഭം ഉറയ്ക്കുന്നതിന് വേണ്ടിയും ഗർഭാശയത്തിൻ്റെ ഭിത്തി അതിന് ആ ഗർഭത്തെ താങ്ങുവാൻ പാകത്തിന് അതിന് ബലപ്പെടാൻ വേണ്ടിയും നിരവധി മരുന്നുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി നമ്മുടെ വീട്ടുവളപ്പിപ്പോൾ വളരെ പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നാട്ടിൽ നിന്നും വളരെ പാടെ മാറിപ്പോയിട്ടില്ലാത്തൊരു മരുന്ന് തന്നെയാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിക്ക് സംസ്കൃതത്തിൽ ബല എന്നൊരു പേര് കൂടിയുണ്ട്. ബലവത്താക്കുക എന്ന് തന്നെയാണ് കുറുന്തോട്ടി വേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വളരെ മാജിക്കലായിട്ട് നമ്മുടെ മസിൽസിനും അതുപോലെ അസ്ഥികൾക്കും ഒക്കെ ബലം കൊടുക്കുന്ന ഒരു വലിയ മാജിക്കൽ പ്ലാന്റ് തന്നെയാണ് ബല അഥവാ കുറുന്തോട്ടി. കുറുന്തോട്ടി വിവിധ തരത്തിലുണ്ട്. ഈ കുറുന്തോട്ടിയുടെ ഒരു ചുവട് അല്ലെങ്കിൽ 2 ചുവടെടുത്ത് ചതച്ച് 15 ഗ്രാം മതി. അതൊരു 150 മില്ലി വെള്ളത്തിൽ പാലിൽ ഒരു 600 മില്ലി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു 150 മില്ലി പാൽക്കഷായമാക്കി നിത്യവും കഴിക്കുക. കാപ്പിയോ ചായയോ കഴിക്കുന്നതിന് പകരം രാത്രി ഒരു നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് 1-2 ചുവട് കുറുന്തോട്ടി ചതച്ച് ഒരു ഗ്ലാസ് തികച്ച് പാല് വേണ്ട, ഒരു 150 മില്ലി പാലിൽ തിളപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ അതൊരു 9 മാസം തുടരുമ്പോൾ തന്നെ അത് നമ്മുടെ ഗർഭം ഉറയ്ക്കുവാനും വികാസത്തിനും ഈ കുഞ്ഞിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയുമുള്ള വലിയൊരു മരുന്നായി അത് മാറുന്നുണ്ട്. അതുകൂടാതെ പ്രത്യേക സംവിധാനങ്ങളോട് വിവിധങ്ങളായിട്ടുള്ള മരുന്നുകൾ ശേഖരിക്കുവാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓരോ മാസത്തെയും ഗർഭിണീചര്യയ്ക്ക് വേണ്ടി പലവിധ മരുന്നുകൾ പറയുന്നുണ്ട്. 1-ാം മാസം കുറുന്തോട്ടി, 2-ാം മാസം തിരുതാളി, 3-ാം മാസം ചിറ്റമൃത്, പുത്തരിച്ചുണ്ട, അങ്ങനെ പോകുന്നു അതിൻ്റെ പേരുകൾ. 9 മാസം വരെ നമ്മൾ നിർബന്ധമായിട്ടും കുടിക്കേണ്ട പാൽക്കഷായം നമ്മുടെ പൂർവികർ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ദിനചര്യ. കൂടാതെ വെണ്ണയിട്ട പാൽക്കഞ്ഞി വളരെ നന്നായിട്ട് അത്താഴത്തിൻ്റെ ഒരു 7:30-8 മണിയാകുമ്പോൾ ഗർഭിണി കഴിക്കുക. കിടക്കുന്നതിന് മുമ്പ് ഈ പാൽക്കഷായം കുടിക്കുക. ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോൾ ഈ ബല അല്ലെങ്കിൽ കുറുന്തോട്ടി തന്നെ ധാരാളം അടങ്ങുന്ന നമ്മുടെ ധന്വന്തരം തൈലം കഴുത്തിന് കീഴ്പോട്ട് നന്നായി തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ഗർഭിണിക്ക് അതൊരു വളരെ വലിയൊരു ഗർഭിണിയുടെ ഓരോ ശരീരഭാഗങ്ങളും അതുപോലെ മാംസപേശികൾക്കുള്ള ഉറപ്പും ഇതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് വരാൻ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, പ്രത്യേകിച്ചും പലരും വർക്കിംഗ് വിമൻ ആയിരിക്കും, ഇതിനൊക്കെ സാവകാശവും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ അവസാനം ഒരു വലിയൊരു ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള വലിയൊരു സംഭവത്തിലേക്ക് ഈ ഗർഭത്തെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ വിദേശീയരെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ ഒരു ഫ്രഞ്ച് വനിതയുണ്ടായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയ നിമിഷം മുതൽ ഓരോ കാര്യത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞറിഞ്ഞ് വേണ്ട മരുന്നുകൾ ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്ത് അത് ആ പറഞ്ഞ ക്രമത്തിൽ തന്നെ കൃത്യമായി കഴിച്ച് അങ്ങനെ ഈ കഴിഞ്ഞ മാസം അവർ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ബേബിയുടെ ഫോട്ടോ ഇട്ടു. നോർമൽ ഡെലിവറിയാണ്, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരു സാധാരണ ജീവി പ്രസവിക്കുന്നത് പോലെ, ഒരു പട്ടിയോ പൂച്ചയോ പ്രസവിക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടു കൂടി തന്നെ എൻ്റെ പ്രസവം നടന്നു ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ ഞാൻ കണ്ടത് ആയുർവേദത്തോടുള്ള അടങ്ങാത്തൊരു ആസക്തിയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ഇല്ലാതെ ആയി പോകുന്ന ഈ ഒരു നിരീക്ഷണം വിദേശീയർ കടമെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് കഴിഞ്ഞ് ഒരാഴ്ച 1.5 ആഴ്ച കൊണ്ട് തന്നെ യൂട്രസ് നോർമൽ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ അവരെ ചികിത്സിച്ചുകൊണ്ടിരുന്ന അവരുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും ഗർഭാശയത്തിൻ്റെ ഈ രീതിയിലുള്ള ഇത്രയും വളരെ സ്പീഡി റിക്കവറി ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഇത്രയും പെട്ടെന്നുള്ള ഒരു സാധാരണ പൊസിഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത് എന്ന് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ ഫ്രഞ്ച് വനിത അവരോട് ആയുർവേദത്തെ പറ്റി വിശദീകരിച്ചു. ആയുർവേദത്തിൻ്റെ മാസാനുമാസത്തിലുള്ള പാൽക്കഷായത്തിൻ്റെ രീതികളെപ്പറ്റി വിശദീകരിച്ചു.
ഇതൊക്കെ ആയുർവേദത്തെ സംബന്ധിച്ച് വളരെയധികം അഭിമാനാർഹമായ ഒരു നിമിഷം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടത് റെക്കോർഡ് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്തില്ല. എങ്കിലും ഈ ടോക്ക് ഷോയിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നിസ്സാരമായ നമ്മളുടെ ചുറ്റുമുള്ള വളരെ അമൂല്യമായ മരുന്നുകളുടെ ലളിതമായ പ്രയോഗങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൂടാ. ശരീരം നോർമലായിട്ട് ചെയ്യുന്ന ഒരു സാധാരണ വിസർജന പ്രക്രിയകൾ, മലം വിസർജിക്കുന്നത് പോലെ, മൂത്രം വിസർജിക്കുന്നത് പോലെ ഗർഭം അതിൻ്റെ കൃത്യമായ പാകാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ തനിയെ ശരീരം വിസർജിക്കപ്പെടും. അതും വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ സ്വാഭാവികമായ രീതിയിൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ നമ്മൾ അനുവദിക്കണം. അത് അതിൻ്റെ പാകമായുമ്പോൾ, ഒരു ഞെട്ടിൽ നിന്ന് സ്വാഭാവികമായി പഴുത്തൊരു മാങ്ങ താഴെ അടർന്ന് വീഴുന്നത് പോലെ സംഭവിക്കാനുള്ളൊരു കാര്യമാണ് തീർച്ചയായും പ്രസവം. അതിന് നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആവശ്യം വ്യാവസായികം മാത്രമാണ്. അതിന് നമ്മുടെ ആരോഗ്യത്തെ മുൻനിർത്തി നമ്മൾ ആരോഗ്യത്തിനെ വിട്ടുകൊടുക്കണമോ എന്നുള്ളത് ഓരോ സ്ത്രീകളും, ഓരോ അമ്മമാരും, അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഓരോ അമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്നുവെച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി കാര്യം വരാം. തീർച്ചയായിട്ടും പണ്ട് കാലത്തും ഉണ്ടായിരുന്നു കോഡ് ചുറ്റുക, അതുപോലെ ഒരുപാട് പ്രഗ്നൻസിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വരുമ്പോൾ ഒരിക്കലും നമുക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ സിസേറിയനിലേക്ക് പോകണം, അല്ലെങ്കിൽ വളരെ വിദഗ്ധമായ ഒരു ഗൈനക്കോളജി ഡോക്ടറിൻ്റെ തന്നെ കൈകളിലേക്ക് നമ്മുടെ ആരോഗ്യം നമ്മൾ കൊടുക്കണം. അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം നമ്മൾ. അതാണ് അതിൻ്റെ ആവശ്യകത. അത് ആയുർവേദം എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്ന ഒരുപാട് ആധുനിക വൈദ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളതിന് പോകരുത്, ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ മുലപ്പാൽ കുറയും, അല്ലെങ്കിൽ കുഞ്ഞ് കരയും എന്ന് തുടങ്ങി അനാവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തുവിടുന്ന ഒരുപാട് ആശുപത്രികൾ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെയുണ്ട്. എന്നുവെച്ച് എല്ലാ ആധുനിക വൈദ്യന്മാരും ആ രീതിയിൽ സംസാരിക്കുന്നവരല്ല. നിർബന്ധിച്ച് പാല് കുറവാണെങ്കിൽ തെക്കിനിയിൽ ഇന്ന സ്ഥലത്ത് പോയി കാണൂ എന്ന് പറയുന്ന ഗൈനക്കോളജി ഡോക്ടർമാരും നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിവുള്ള കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആയുർവേദത്തിന് വേണ്ട കാര്യങ്ങൾ, ആയുർവേദം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആയുർവേദം ചെയ്യട്ടെ. ആധുനിക വൈദ്യത്തെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആധുനിക വൈദ്യത്തിന് വിട്ടുകൊടുക്കുക. പലതും ഹോമിയോ മരുന്നുകൾ കൊണ്ട് മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഹോമിയോപ്പതിക്കും വിട്ടുകൊടുക്കുക. കാര്യങ്ങൾ ഓരോന്നും നല്ല അവബോധത്തോടു കൂടി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. ഒരു വ്യാവസായികമായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. ഗർഭിണി പരിചര്യ കഴിഞ്ഞാൽ പ്രസവാനന്തരം സുഖപ്രസവമാണെങ്കിൽ വിത്തിൻ 1 hour, 1 മണിക്കൂറിന് ശേഷം തന്നെ കുഞ്ഞിന് മുലയൂട്ടാൻ തുടങ്ങണം. മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ജന്യമായ ഒരുപാട് ഫിസിയോളജിക്കൽ കാര്യങ്ങൾ നന്നായി വർക്ക് ചെയ്ത് മുലപ്പാൽ കുഞ്ഞിന് കിട്ടുകയുള്ളൂ. ആ മുലപ്പാൽ വർദ്ധിക്കുന്നതിനാണ് നമ്മൾ 8ാം മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ 9ാം മാസം നമ്മൾ കഴിക്കുന്നത് ശതാവരി പാൽക്കഷായമാണ്. ശതാവരി എന്ന് പറഞ്ഞാൽ സ്തന്യജനകമായിട്ടുള്ള വളരെ അമൃതിന് തുല്യമായ ഒരു കിഴങ്ങാണ് ശതാവരി. ഈ ശതാവരി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ശതാവരി ഇട്ട് പാൽക്കഷായം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഇതിനും സ്തന്യജനകമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ശതാവരി പാൽക്കഷായം കുടിച്ചിട്ടുള്ള ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ മുലപ്പാലുണ്ടാവാൻ വേണ്ടി മറ്റു മരുന്നുകളെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ധാരാളമായി മാതാവിൻ്റെ സ്നേഹം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ആ മുലപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രകൃതിജന്യമായ ശതാവരിയാണ് അതിന് ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടായ മുലപ്പാൽ കൊടുക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പിന്നീട് നമ്മൾ വേദ ചികിത്സ അല്ലെങ്കിൽ ഗർഭിണിയുടെ കുളി, പിന്നെ ശിശുപരിപാലനം, കുട്ടിയുടെ എണ്ണ തേച്ച് കുളിയിൽ അതൊരു വലിയൊരു പ്രക്രിയയാക്കേണ്ട കാര്യമില്ല.
നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സുഖകരമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ ഉപയോഗിക്കുന്ന എണ്ണ തീർച്ചയായും നമ്മുടെ ആ പ്രസവിച്ച കുട്ടിയുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കി മാത്രമേ ചെയ്യാവുള്ളൂ. വാദസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ, അല്ലെങ്കിൽ സ്കിൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നോക്കി മാത്രമേ അതിനുള്ള എണ്ണ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എങ്കിലും പൊതുവെ ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ധന്വന്തരം തൈലം തന്നെ ധാരാളമാണ്. ധന്വന്തരം തൈലവും പിണ്ടതൈലവും സമം ചേർത്തുള്ള എണ്ണ പ്രയോഗമാണ് പ്രസവം കഴിഞ്ഞുള്ള ഒരു സ്ത്രീയിൽ സാധാരണയായി ചെയ്തു വരുന്നത്. കഴുത്തിന് കീഴ്പോട്ട് ധാരാളമായി ചെറു ചൂടുള്ള തൈലം ഉപയോഗിച്ച് തിരുമുമ്പോൾ തന്നെ പ്രസവ സമയത്ത് ആ സ്ത്രീക്കുണ്ടായിരുന്ന മാംസപേശി സംബന്ധമായിട്ടുള്ള സങ്കോച പ്രശ്നങ്ങളും മാംസപേശിക്കുണ്ടാവുന്ന വേദനയും പൂർണ്ണമായും മാറ്റുവാൻ ഈ ഒരു തൈലം കൊണ്ടുള്ള അഭ്യംഗം അഥവാ എണ്ണ തേച്ച് കുളി തന്നെ വളരെ ധാരാളമാണ്. പിന്നീട് നമ്മുടെ നാട്ടുമാവിൻ്റെ തൊലി, മഞ്ഞൾ, നാൽപ്പാമരം തുടങ്ങിയവ കുഴമ്പ് രൂപത്തിൽ ചേർത്ത് കഴുത്തിന് കീഴ്പോട്ടായി നന്നായി പുരട്ടി ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് നാട്ടിൽ വളരെ ഇഷ്ടം പോലെ ലഭ്യമായിട്ടുള്ള ആവണക്കില, കരിനെച്ചിയില, പുളിയില, വാദംകൊല്ലിയില തുടങ്ങിയവ ചേർത്ത് നന്നായിട്ട് നാൽപ്പാമരം ചേർത്ത് തിളപ്പിച്ചിട്ടിരിക്കുന്ന വെള്ളം കൊണ്ട് ചെറു ചൂടിലോ വയറിൻ്റെ ഭാഗങ്ങളിലും മറ്റും സഹിക്കാവുന്ന ചൂടിലോ കൊടുക്കുന്ന നല്ല ഒരു സ്നാനം അഥവാ തേച്ചുകുളി കഴിയുമ്പോഴേക്കും ഗർഭിണിയുടെ ഒരുവിധം വൈക്ലഭ്യങ്ങൾ മുഴുവനായിട്ടും മാറി ആരോഗ്യം പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നത് നമ്മൾക്ക് കാണാം. അത് സ്വന്തം അമ്മ തന്നെ പരിചരിക്കുമ്പോൾ അതിനുള്ള പ്രത്യേകത വളരെ തന്നെയാണ്. അതിൽ ആ സ്നേഹവും കൂടെ ചേരുമ്പോൾ ആ ഹോർമോണിൻ്റെ പ്രത്യേകതകളും എല്ലാം ചേർന്ന് ആ ഗർഭകാലം അല്ലെങ്കിൽ ആ പ്രസവാനന്തരമായിട്ടുള്ള കാലം യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളോ ഇപ്പോൾ നമ്മൾ വളരെയധികം കാണുന്ന പോസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള ഡിപ്രഷൻ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലാതെ മുത്തശ്ശി, അമ്മ തുടങ്ങിയവരുടെ പരിചരണം, ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന മരുന്നിൻ്റെ നല്ലൊരു സാമീപ്യം ഇതെല്ലാം കഴിയുമ്പോൾ ഈ പ്രസവകാലം കഴിയുമ്പോഴേക്കും പൂർവാധികം ആരോഗ്യമുള്ളൊരു സ്ത്രീയായി അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. കുഞ്ഞുങ്ങളെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ സ്ത്രീയാണോ, പെൺകുഞ്ഞാണോ, ആൺകുഞ്ഞാണോ എന്നുള്ളത് നോക്കി അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ നോക്കി അതൊക്കെ മുത്തശ്ശിമാർക്കൊക്കെ വളരെ ധാരാളമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ സമീപത്തിലുള്ള എല്ലാ ആയുർവേദ ആശുപത്രികളിലും ഈ വേദുകുളിക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്കറിയുന്നത്. അവിടെ അവരുടെ വിദഗ്ധമായിട്ട് തെറാപ്പിസ്റ്റുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി കുഞ്ഞുങ്ങളുടെ കുളി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവരും സുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരു 40 ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യമുള്ള കുഞ്ഞായി മാറുകയും അമ്മ പ്രസവത്തിന് മുൻപുള്ള അതേ ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടെ നല്ല ആരോഗ്യത്തിലേക്ക് അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റുകയും ചെയ്യും. ഗർഭിണീചര്യയും പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ OPയിൽ പിന്നെ സ്ഥിരമായി വരുന്ന ഒരു അന്വേഷണം അഥവാ എൻക്വയറി 12 വയസ്സായി അല്ലെങ്കിൽ 14 വയസ്സായി കുട്ടിക്ക് ആർത്തവമായിട്ടില്ല എന്ന് ആകുലതയോടെ വന്ന് പറയുന്ന അമ്മമാർ, അല്ലെങ്കിൽ 8 വയസ്സായതേ ഉള്ളൂ, 10 വയസ്സായില്ല, അതിന് മുൻപേ ആർത്തവം വന്നു എന്ന് പറഞ്ഞ് ആകുലതയോടെ ഇതൊക്കെ സാധാരണയാണോ ഡോക്ടർ, ഇത് എന്താണ് എൻ്റെ കുഞ്ഞിന് മാത്രം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അന്വേഷണങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കൂടുതലായും താമസിച്ച് വരുന്ന ആർത്തവം അഥവാ മെനാർക്കി, താമസിച്ച് വരുന്ന ആർത്തവത്തേക്കാൾ കൂടുതൽ വരുന്നത് നേരത്തെ ആവുന്ന ആർത്തവ ചക്രമാണ്. നേരത്തെ ആവുന്ന കുഞ്ഞാണെന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആർത്തവം ഉണ്ടാവുക. അതിന് മറ്റാരെയും നമ്മൾ പഴിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഇന്നത്തെ ഭക്ഷണ രീതി, ഡയറ്റിനെ മാത്രം ആണ് നമ്മൾ പറയേണ്ടത്. ഡയറ്റിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അൽഫാം ചിക്കൻ, അതുപോലെ തന്തൂരി, നമ്മുടെ റോഡ് സൈഡിൽ മുഴുവനും തൂക്കിയിട്ടിരിക്കുന്ന ഈ ചിക്കൻ സംസ്കാരം, പണ്ടൊക്കെ മാസത്തിലൊന്നോ ഒക്കെ ആയിട്ട് വീട്ടിലുള്ള കോഴിയൊക്കെ ഒന്ന് കറി വെച്ച് കഴിക്കുന്ന നമ്മൾ ഇപ്പോൾ ദിവസവും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ചിപ്സ് പോലെ വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു ഐറ്റമായി ചിക്കൻ മാറിപ്പോയതുകൊണ്ട് തന്നെയാണ് പെൺകുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആർത്തവ ക്രമക്കേടുകൾ സംഭവിക്കുന്നത്. ഈ ആർത്തവ ക്രമക്കേടിന് നമ്മുടെ ഭക്ഷണ രീതിയെ മാത്രം പറഞ്ഞാൽ മതി. ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ ഒരു 80% ഹോർമോൺ കാരണമുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഒരു പരിധി വരെ നമ്മുടെ
ബ്രോയിലർ ചിക്കൻ ഒരു വലിയ കാരണമാണ്. ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്തുണ്ടാകുന്ന ചിക്കൻ, അതുപോലുള്ള മാംസം, പിന്നെ മുട്ടയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ച് വരുന്നുണ്ട്. ഒരുപാട് മധുരം, അധികമായ മധുരം, പിന്നെ ഓടിക്കളിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുക. പണ്ടൊക്കെ ഇഷ്ടംപോലെ തൊടിയിലും പുറത്തുമൊക്കെ ഓടിക്കളിച്ച് നല്ല മിടുക്കരായാണ് പിള്ളേർ വരുന്നത്. ഇത് ഫുൾ ടൈം ടി വിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ടി വിയൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫോണിൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ആ ഇരിപ്പും വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണ രീതികളും, നമ്മളത് ദഹിച്ചു വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്ന ഭക്ഷണം ഇടവിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും, ഈ രണ്ട് രീതിയും നമ്മുടെ ശരീരത്തിന് വളരെ അനാരോഗ്യകരമാണ്. ഈ അനാരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഹോർമോൺ തലത്തിലാണ്. അത് വളരെ നേരത്തെ ആർത്തവം വരാനാണ് കാരണമാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ആകുലപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. എങ്കിലും അങ്ങനെ വരുന്ന ആർത്തവ സമയത്ത് ഞാൻ എന്ത് മരുന്ന് കൊടുക്കണം ഡോക്ടർ എന്ന് വന്നാണ് അമ്മമാർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കും, എന്തിനാണ് ആർത്തവത്തിന് മരുന്ന്? ആർത്തവം വന്ന് തീരട്ടെ. അതൊരു ഇന്ന് തുടങ്ങിയാൽ 5 ദിവസമോ 7 ദിവസമോ കൊണ്ട് ആർത്തവം തീർന്നോളും. അതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് മരുന്നിനെ പറ്റി ചിന്തിക്കുന്നത്? നന്നായി ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് ഇഷ്ടമുള്ളതും ആരോഗ്യകരവുമായ ഭക്ഷണം നല്ല വൃത്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക. ആർത്തവത്തെപ്പറ്റി അമ്മമാർ തന്നെ അടുത്തിരുന്ന് നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ശുചിത്വം കൃത്യമായി കുട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുഞ്ഞ് അതിന് സ്വയം പ്രാപ്തയാണ് എന്ന് ഉറപ്പാകുന്നത് വരെ അമ്മ കൂടെ നിന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക. അങ്ങനെ ഒരു സാധാരണ പ്രക്രിയയായി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആർത്തവം കടന്നു പോകട്ടെ. അവിടെ ഒരു വേദന സംഹാരിയുടെ ആവശ്യമില്ലാതെ അവളുടെ ആർത്തവ ദിനങ്ങൾ കടന്നു വരാൻ തീർച്ചയായിട്ടും നമ്മളുടെ ഹോം റെമഡീസ് സഹായിക്കും. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുക്കളയിലുള്ള ജീരകം, ഉലുവ, മഞ്ഞൾ, ഇതൊക്കെ തന്നെ വളരെ നല്ല ആർത്തവ വേദന സംഹാരികളാണ്. അത് സമയങ്ങളിൽ കൊടുത്ത് ആദ്യത്തെ 3 ദിവസം കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞിന് സ്വാഭാവികമായും യൂട്രൈൻ കോൺട്രാക്ഷൻസിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് നമ്മുടെ യൂട്രൈൻ ഹോർമോണുകളുടെ തോതിൽ വ്യത്യാസം വന്ന് ഇതൊക്കെ കുഞ്ഞിനൊരു സ്വാഭാവികമായ ആർത്തവ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ സഹായിക്കുന്നു. കുഞ്ഞിനും ആത്മവിശ്വാസം കൂടുന്നു. ഇതൊരു വേദനയുടെ കാലഘട്ടമോ അസുഖത്തിൻ്റെ കാലഘട്ടമോ അല്ല, എൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്ന് കുഞ്ഞിന് മനസ്സിലാകുന്നു. അങ്ങനെ അവളെ ഒരു ആത്മവിശ്വാസമുള്ള വനിതയാക്കി വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ സമൂഹത്തിന് ആ പെൺകുഞ്ഞിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇന്ദിരാഗാന്ധിയെപ്പോലെ, നമ്മുടെ പ്രബലരായ ഒരുപാട് വനിതാ നേതാക്കളെ പോലെ ആ പെൺകുഞ്ഞും നന്നായി വളർന്നു വരികയുള്ളൂ. ഈ ഹോർമോണിന് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഒരിക്കലും ഒരു ആരോഗ്യ പ്രശ്നമല്ല, നോർമൽ പരിസ്ഥിതി മാത്രമാണെന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആർത്തവ ക്രമക്കേടുകൾ കണ്ടു തുടങ്ങുമ്പോൾ ഡയറ്റാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്, അഥവാ ആഹാര രീതിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. പിന്നീട് മാറ്റേണ്ടത് അവളുടെ വ്യായാമ മുറകളാണ്. നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം നല്ല ബയോ ആയിട്ടുള്ള പച്ചക്കറി ഇഷ്ടംപോലെ കുട്ടി കഴിക്കുക. മാംസത്തിൻ്റെ ഉപയോഗം, മുട്ടയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം എന്നുള്ളതിൻ്റെ സിഗ്നൽ തന്നെയാണ് ആർത്തവ ക്രമക്കേട്. ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ സൂര്യ നമസ്കാരം, അതുപോലെ അത്യാവശ്യം ഒരു അരമണിക്കൂറുള്ള കൈവീശിയുള്ള നടപ്പ്, സ്കിപ്പിംഗ് പോലുള്ള എക്സസൈസുകൾ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ ആ പെൺകുഞ്ഞിനെ സഹായിക്കുക. പിന്നെ രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പാല് കുടിക്കുന്നത് ശീലമാക്കുക. അത്താഴം 8 മണിക്ക് മുമ്പേ കഴിക്കുക. പിന്നെ പഴവർഗ്ഗങ്ങളിൽ പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയവ കൂടുതലായി ഉൾപ്പെടുത്തുക. അതുപോലെ ജീരകം, ഉലുവ, പിന്നെ ലഭ്യമാണെങ്കിൽ ഉണങ്ങിയ ആവണക്കിന് വേരിട്ട് തിളപ്പിച്ച വെള്ളം, ഇവയൊക്കെ ധാരാളമായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഈ ഹോർമോൺ കളികൾ കൊണ്ടുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ ഒരു പരിധിവരെ മാറ്റാം. ഈ ആർത്തവ ക്രമക്കേടുകളിൽ തന്നെ ചിലത് വളരെയധികം ശ്രദ്ധ വേണ്ടതും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ, അഭിപ്രായത്തോടുകൂടി മരുന്നിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതും ഉണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായും അതിന് മടിക്കാതെ അതിനോടനുബന്ധിച്ചുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് തുടങ്ങിയ ഓരോ മാർഗവും സ്വീകരിച്ച് നമ്മൾ അതിനെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആർത്തവ ക്രമക്കേടുകൾ പല കാരണങ്ങൾ കൊണ്ടും വരാം.
പക്ഷേ ഇന്ന് കാണുന്ന ആർത്തവ ക്രമക്കേടുകളിൽ 80% കാരണം തെറ്റായ ആഹാര രീതിയും തെറ്റായ വ്യായാമ മുറകളും തന്നെയാണ്. അതുകൊണ്ട് ക്ലിയർ ആവാത്ത ആർത്തവ ക്രമക്കേടുകളെ ആയുർവേദം പോലുള്ള നാച്ചുറലായിട്ടുള്ള പ്രയോഗങ്ങൾ കൊണ്ട് ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നിരീക്ഷണ രീതികൾ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആധുനിക വൈദ്യത്തിന് ആ കുഞ്ഞിനെ കൊടുത്ത് അത് ക്രമമായിട്ട് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടതാണ്. ഇതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഒരുപാട് സംസാരിക്കാനുള്ള മേഖല തന്നെയാണ് സ്ത്രീ ആരോഗ്യവും സ്ത്രീ ആരോഗ്യ പ്രശ്നങ്ങളും. ഇവയെപ്പറ്റി കൂടുതൽ അവബോധമുണ്ടാകുക, യൂട്യൂബിലും അങ്ങനെ ചാനലുകളിലും കാണുന്ന പലവിധങ്ങളായ അറിവുകൾ കൂട്ടി വെച്ച് വായിച്ച് ശരിയാക്കി എടുക്കേണ്ട ഒന്നല്ല ഒരിക്കലും സ്ത്രീ ആരോഗ്യ രംഗം. അതുകൊണ്ട് തന്നെ കൃത്യമായ അവബോധത്തോടുകൂടി കുഞ്ഞുങ്ങളെ വളർത്തുക, അവർക്കുള്ള ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും വേണ്ട രീതിയിൽ ഏത് സെക്ഷനിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് അതിലേക്ക് പോവുക. നല്ല ആരോഗ്യകരമായ, വളരെയധികം ആരോഗ്യമുള്ള ഒരു സ്ത്രീ സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോ അമ്മമാർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.